ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖല്ലേ? ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ തകർത്ത ഒരു സംഭവമുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ഒരു അടാർ ചിത്രത്തിന്റെ ഒരു അപ്ഡേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. താൽക്കാലികമായിട്ട് അതിന് ലോഡ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഒഫീഷ്യലി നെയിം അവർ പുറത്തു വിട്ടിട്ടില്ല. അധികം വൈകാതെ അതിന്റെ കൂടുതൽ അപ്ഡേഷൻ വരും. അതിൽ പറയുന്നത് ഏറ്റവും വലിയ സമ്പന്നനായ ക്രിമിനലായ നർക്കോട്ടിക്സിന്റെ ഒരു ക്രിമിനലായ പബ്ലോ എസ്കോബാറിന്റെ കഥയുമായിട്ട് ജീവിതകഥയുമായിട്ട് സാമ്യമുള്ള ഒരു കഥയായിട്ടാണ് ഈ ചിത്രം വരുന്നത്. മലയാള സിനിമയുടെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള ചിത്രം കൂടിയാണ് ഈ സിനിമ എന്നും കൂടി പറയാം. നമ്മുടെ മമ്മൂക്കയുടെ ഒരു വമ്പൻ ചിത്രം കൂടി, മലയാളത്തിലെ മമ്മൂക്കയുടെ എന്ന് പറയാൻ ഏറ്റവും വലിയ ബഡ്ജറ്റ് വൈസ് ആയാലും ടെക്നീഷ്യൻ വൈസ് ആയാലും ഏറ്റവും വമ്പൻ രീതിയിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ്. ഇന്നലത്തോടെ സോഷ്യൽ മീഡിയ മൊത്തം കഥ, പ്രത്യേകിച്ച് ഷെരീഫ് മുഹമ്മദിന്റെ നമ്മുടെ മമ്മൂക്ക അസുഖബാധിതനാവുന്നതിന് മുമ്പ് അവരുടെ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പിച്ച ഒരു പ്രൊജക്ട് കൂടിയാണ്. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിട്ടാണ് ഇന്നലെ അതിന്റെ അനൗൺസ്മെന്റ് അവർ പുറത്തു വിട്ടിട്ടുള്ളത്. ഇന്നലെ വേറെ കുറെ ഫേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്, അവരത് നിഷേധിച്ചിട്ടുണ്ട്. ഇത് സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഷാജി പാടൂർ, അതായത് എബ്രഹാമിന്റെ സന്തതികൾ, മമ്മൂക്കയുടെ തന്നെ ചിത്രമായ എബ്രഹാമിന്റെ സന്തതികൾ സംവിധാനം ചെയ്ത ഷാജി പാടൂരാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അത് തീർത്തും ഫേക്കാണ്. ഞാൻ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിയത് അത് അമീറാവുന്നു, പക്ഷെ സത്യം പറഞ്ഞാൽ അത് അമീറല്ല, അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അതങ്ങനെ അങ്ങനെ ചില റിപ്പോർട്ടുകൾ കിട്ടിയതിന്റെ പേരിൽ ഞാൻ പറഞ്ഞോളൂ. പക്ഷെ അതെല്ലാം അവര് ഒഫീഷ്യലായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടുതൽ അപ്ഡേഷൻ വരുന്ന പറഞ്ഞത്. പക്ഷെ ഇതിന്റെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിൽ ആരാണ് ഈ ചിത്രം, അതായത് മമ്മൂക്ക ഷെരീഫ് മുഹമ്മദ് കൂട്ടുകെട്ടിൽ ഇതിലാരാ ഇത് സംവിധാനം ചെയ്യുന്നത് എന്നുള്ള നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് നമ്മുടെ ഹനീഫ് അദേനിയാകുന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഷെരീഫ് മുഹമ്മദ് വേറെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കൂടി ഇട്ടിരുന്നു, മമ്മൂക്കയുടെ ഒരു കൈയിന്റെ ഒരു പിക്ക് കൂടി ഇട്ടിരുന്നു. അതില് കാണുന്നത് അമൽ നീരദിന്റെ. അപ്പോ നമുക്കൊരു എന്താ പറയാ ഒരു സംശയം, മമ്മൂക്ക അമൽ നീരദ് മൂവി, അതായത് ബിലാലിന് മുമ്പ് വേറൊരു മമ്മൂക്ക അമൽ നീരദ് മൂവി കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ അത് ഇതാകാം. കാരണം ആ ചിത്രം ഇങ്ങനെ ഈ അടുത്ത് കാരണം ഇങ്ങനെ ഇതിന്റെ ഇടക്കാണ് മമ്മൂക്ക ഇങ്ങനെ സംഭവമായിട്ട് മമ്മൂക്ക മാറിയത്. അപ്പൊ ആ ഒരു ചിത്രമാകാം ഇതെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. കാരണം മലയാളത്തിലെ ഏറ്റവും മോസ്റ്റ് സ്റ്റൈലിഷ് മൂവി കൂടി ആവും ഇത്. എന്താ പറയാ, ഒരു ആക്ഷൻ പാക്കഡ് ഒരു വയലന്റിക്കൽ മൂവി കൂടിയാകും ഈ ചിത്രം. ഇന്നേ വരെയുള്ള മലയാള സിനിമയുടെ എല്ലാ ഹൈപ്പുകളും മറികടന്നിട്ടാണ് ഇന്നലത്തോടെ ഈ ചിത്രത്തിന്റെ ഒരു ന്യൂസ് പുറത്തു വന്നത്. എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാവരും ആഘോഷിക്കുകയാണ് ഈ ഒരു മമ്മൂക്കയുടെ ആ ചിത്രവും ഒരു ആന്റി ഹീറോ ലുക്ക് ആയിട്ടാണ് മമ്മൂക്ക ഇതിൽ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ഇത് നമ്മുടെ ഹനീഫ് അദേനിയാകും ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ അമൽ നീരദ്. ഒരു കറക്റ്റ് കൺഫർമേഷൻ സത്യം പറഞ്ഞില്ല. പക്ഷെ ഇവർ രണ്ടുപേരിൽ ഒരാളാകും ചെയ്യാന്നുള്ളതിന് 100% ഉറപ്പാണ്. ഒന്നെങ്കിൽ ഹനീഫ് അദേനിയാകാൻ ചാൻസ് ഉണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ അമൽ നീരദ്. ഇവർ രണ്ടുപേരിലെ ഒരാളല്ലാതെ ഈ സിനിമ സംവിധാനം ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മിക്കവാറും നമ്മൾ ഇന്നലെ വരെ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഹനീഫ് അദേനി മമ്മൂക്ക ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്താ പറയാ ഒരു ഒന്നിക്കുന്നൊരു മൂവിയാണ്. പക്ഷെ ഇന്നലത്തോടെ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിലപ്പോൾ അതൊരു അമൽ നീരദ് മൂവി കൂടി ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർ രണ്ടും നല്ല സ്റ്റൈലിഷ് മേക്കേഴ്സ് ആണ്, നല്ല അടിപൊളിയായിട്ട് സിനിമകൾ സ്റ്റൈലിഷ് ആയിട്ട് എടുക്കുന്ന രണ്ട് ഡയറക്ടേഴ്സാണ്. മറ്റുള്ള ഒരാള് ചിലപ്പോൾ ഇതെടുത്താൽ ഇത്രത്തോളം ആകാൻ ചാൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഏറ്റവും ഹൈപ്പഡ് മൂവി കൂടിയാണ് എന്താ പറയാ ഏറ്റവും സമ്പന്നനായ നർക്കോട്ടിക്സിന്റെ ഒരു വില്ലൻ, ഒരു ബിസിനസ് ഉടമ, ആ ഒരു ക്യാരക്ടർ മമ്മൂക്ക ഒന്ന് ചിന്തിച്ചു നോക്കി എവിടെ എത്തി അദ്ദേഹത്തിന്റെ. ഇതിൽ നിന്ന് മനസ്സിലാക്കാം മലയാള സിനിമയുടെ കാരണവര്, തമ്പുരാൻ, രാജാവ്, ദ കിങ് ഈസ് ഓൾവേസ് എ കിങ്. ഇതാണ് സത്യം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്കറിയാം ഒരു പുതുതായി വന്ന ഒരു പ്രൊഡ്യൂസറാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ഷെരീഫ് മുഹമ്മദ്. മുൻപ് ഒരു സിനിമയും അദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് അദ്ദേഹം നിന്നിട്ടില്ല.
അങ്ങനെയുള്ള ഒരാൾ ഉണ്ണിയും മുകുന്ദനെ വെച്ചിട്ട് ഒരു പടം ചെയ്തിട്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ മമ്മൂക്കയെ വെച്ചിട്ട് ഈ സംവിധായകർ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ എവിടെ എത്തും ആ സിനിമയുടെ ഒരു ലെവല് എന്നുള്ളത്. അത് അധികം വൈകാതെ ഉണ്ടാവും. ഇപ്പൊ മമ്മൂക്ക കൊച്ചിയിലെത്തിയാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടന്റെ അനന്തരവൻ അദ്വൈത് നായർ സംവിധാനം ചെയ്യുന്ന ചത്താപ്പച്ചയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യാണ്. അത് ശേഷം പാട്രിയോട്ടിന്റെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ സീൻസ് ചെയ്യും. അതിനുശേഷം ചെയ്യാൻ പോകുന്ന നിതീഷ് സഹദേവന്റെ ഒരു മമ്മൂക്ക മാസ് ആക്ഷൻ മൂവിയാണ്. അതിനുശേഷമാകും ഈ ചിത്രത്തിന്റെ ഷൂട്ട് തുടങ്ങുക. ഇനി മമ്മൂക്കയുടെ ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ മൂവീസിന്റെ ഒരു ഘോഷയാത്രവും. അദ്ദേഹം വെറുതെ എന്നല്ല, അദ്ദേഹം റെസ്റ്റ് എടുത്തപ്പോൾ അദ്ദേഹം ഓരോന്നിനും പ്ലാനിങ് ആണെന്നുള്ളത് നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തിന് ഔദ്യോഗികമായി വരുന്ന പ്രൊജക്റ്റുകളുടെ പേരും അദ്ദേഹത്തിന്റെ ലിസ്റ്റും കാണുമ്പോൾ നമുക്ക് വമ്പൻ പ്രതീക്ഷ. കാരണം അദ്ദേഹം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം സെലക്ട് ചെയ്തെടുത്ത വമ്പൻ പ്രോജക്റ്റുകളാണ് ഇനി വരാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂക്കയിൽ നിന്നൊരു വമ്പൻ ചിത്രത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്തോളി, കമന്റ് ചെയ്തോളി, സപ്പോർട്ട് ചെയ്തോളി. ഓക്കെ.